ഹായ് ഓൾ. ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 ഡെമോൺസ്ട്രേറ്റർ എന്നീ പേരുകളിലൊക്കെ അറിയുന്നത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അധ്യാപനത്തിന് സമാനമായ ടെക്നിക്കൽ അസിസ്റ്റൻസ് നൽകുന്ന ഒരു ജോലിയാണ്. ഇപ്പോൾ ഉടൻ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു പോസ്റ്റ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഒരു പോസ്റ്റിനെ പറ്റി അറിയേണ്ടത് അനിവാര്യമാണ്. ഒപ്പം തന്നെ നമുക്കറിയാം മാറിയ പി എസ് സിയുടെ പാറ്റേൺ അനുസരിച്ച് ഒരു റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുമ്പോൾ തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ വരികയും എക്സാമിനേഷൻ നടത്തുകയും ചെയ്യും. കാരണം പുതിയ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്ന മുറയ്ക്കോ അല്ലെങ്കിൽ നിലവിലെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് മുഴുവൻ ഉദ്യോഗാർത്ഥികളെ എടുത്തു തീരുന്ന മുറയ്ക്കോ പുതിയ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന ഒരു പ്രവണതയാണ് പി എസ് സി കണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥ ഈ ഒരു റാങ്ക് ലിസ്റ്റിനും ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ഒരു കാര്യം കൃത്യമായിട്ട് നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അവസാനമായിട്ട് നടന്ന എക്സാമിനേഷന്റെ വിശദ വിവരങ്ങളൊന്ന് നോക്കാം. അതിലേക്ക് നോക്കുമ്പോൾ 680/2022 എന്ന നമ്പറിലായിരുന്നു ഈ ഒരു നോട്ടിഫിക്കേഷൻ, അതായത് 2022 ഇതിന്റെ നോട്ടിഫിക്കേഷൻ. അന്നും ഇന്നും ഈ ഒരു പരീക്ഷയുടെ അടിസ്ഥാന യോഗ്യത എന്ന് പറഞ്ഞാൽ ഡിപ്ലോമയാണ്. അതായത് ഈ ഒരു അപ്രോപ്രിയേറ്റ് ബ്രാഞ്ചിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് വേണം, ഒരു ഡിപ്ലോമ യോഗ്യത വേണം. അതുകൊണ്ട് തന്നെ ഡിപ്ലോമയുടെ ഹയർ ഉള്ളവർക്കും അപേക്ഷിക്കാം. അതായത് ബിടെക്, എംടെക് ഒക്കെ ഈ കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഇതിന്റെ സ്കെയിൽ ഓഫ് പേ ആണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. 41,300 തുടങ്ങി 87,000 അവസാനിക്കുന്ന ഉയർന്ന സാലറിയാണ്. ഇനി വരുന്ന നോട്ടിഫിക്കേഷനിൽ ആകെ മാറ്റം വരാൻ പോകുന്നത് ഈ പ്രായത്തിൽ മാത്രമാണ്. അന്ന് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ 4 വർഷം കൂടി ഇളവ് വന്നതുകൊണ്ട് 40 വയസ്സ് വരെയായിട്ട് ഈ പ്രായം മാറിയിട്ടുണ്ട് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇനിയും അവസാനമായിട്ട് നടന്ന എക്സാമിനേഷന്റെ ഡീറ്റെയിൽസ് ഒന്ന് വിലയിരുത്താം. അന്ന് ഈ ഒരു എക്സാമിനേഷൻ നടന്നിട്ട് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 24-ലാണ്. 7/9/2024 ഈ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ അന്നത്തെ എക്സാമിനേഷന്റെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നത് 53.67 മാർക്കായിരുന്നു. അന്ന് ഈ ഒരു പരീക്ഷയ്ക്ക് നിലവില് ടോട്ടൽ അഡ്വൈസ് പോയത് 45 പേർക്കാണ്. മാത്രമല്ല മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 53 പേർ മാത്രമാണ്. അതായത് മെയിൻ ലിസ്റ്റിൽ 53 പേര് ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ നിന്ന് 45 പേർക്ക് അഡ്വൈസ് പോയിരിക്കുന്നു. അതായത് ഇനിയുള്ളവർക്കും സ്വാഭാവികമായിട്ടും അഡ്വൈസ് പോകും. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇനിയും കിടക്കുകയാണ്. ഏതാണ്ട് ഒരു വർഷത്തിൽ പുറത്ത് ബാക്കി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളവർക്ക് കൂടി നിയമനം നടക്കും. മാത്രവുമല്ല ചിലപ്പോൾ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് പോലും നിയമനം നടക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇവിടെയാണ് വരാൻ പോകുന്ന എക്സാമിനേഷന്റെ ഇമ്പോർട്ടൻസ്. കാരണം ഈ ഒരു ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ സ്ഥാപനങ്ങളുടെ എണ്ണം നിരന്തരം കൂടുന്ന ഒരു പ്രവണതയുണ്ട്. മാത്രവുമല്ല റിട്ടയർമെന്റിന്റെ പീരീഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ധാരാളം റിട്ടയർമെന്റുകളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് മുഴുവൻ ആൾക്കാരെയും എടുക്കുകയും പുതിയ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു നിയമന സാധ്യത തന്നെ വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. ഒരു പക്ഷേ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവർക്കൊക്കെ നിയമനം കിട്ടാനുള്ള സാധ്യത ഈ ഒരു പോസ്റ്റിൽ കാണുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങണം. കാരണം നേരത്തെ പഠിച്ചു തുടങ്ങി നല്ലൊരു റാങ്കിൽ എത്തിയാൽ, അതായത് നമുക്കറിയാം ഇവിടുത്തെ ആദ്യത്തെ റാങ്കുകാരൊക്കെയായിരിക്കും ഈ റാങ്ക് ലിസ്റ്റിലെ സീനിയേഴ്സ്. അതായത് 2024 നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ 2024 തന്നെ അഡ്വൈസ് കൊടുത്തവരൊക്കെ ഇപ്പോൾ അഡ്വൈസ് കിട്ടിയവരെക്കാളും ഒത്തിരി സീനിയർ ആയിരിക്കും. അപ്പൊ അവർക്ക് അതിന് ആനുപാതികമായിട്ടുള്ള സാലറിയുടെ അഡ്വാൻറ്റേജ് ഉണ്ട്, പ്രൊമോഷന്റെ അഡ്വാൻറ്റേജ് ഉണ്ട്, അങ്ങനെയുള്ള പല ബെനിഫിറ്റും അവരുടെ കരിയറിലുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ നേടുന്ന റാങ്ക് നിങ്ങളുടെ സീനിയോറിറ്റിയെ പലപ്പോഴും സ്വാധീനിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു മാനദണ്ഡം മനസ്സിൽ സെറ്റ് ചെയ്ത് വേണം നമ്മൾ ഏതൊരു എക്സാമിനേഷനെയും തയ്യാറെടുക്കാൻ. അതുകൊണ്ട് തന്നെ ഏണസ്റ്റ് അക്കാഡമിയിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ കമ്പ്യൂട്ടർ സയൻസിന്റെ ക്ലാസ്സുകൾ തുടങ്ങിക്കഴിഞ്ഞു. പഠിച്ചു തുടങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ എപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നാലും നമുക്ക് ആ ഒരു എക്സാമിനേഷനെ അനായാസേന ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നമുക്ക് ഇവിടെ സാധ്യമാണ്. അതിനായിട്ട് ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്മൾ ബന്ധപ്പെടാവുന്നതാണ്. മറക്കണ്ട, കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീമിലുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു അധ്യാപന മേഖലയിലെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അത് മിസ് ചെയ്യാതെ നമുക്ക് ഒരുമിച്ച് ഈ ഒരു എക്സാമിനേഷൻ തയ്യാറെടുക്കാം. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.